ഹായ് ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. രാവിലെ ആയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാ പോണേ? അയ്യോ നീ എവിടെ? നമ്മൾ എങ്ങോട്ടാ പോണേ? ഷോപ്പിംഗ്. ഏത് സൈഡിലേക്ക് അറിയില്ല. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഒരു 7 മണിയായിട്ടുണ്ട്. സായിയുടെ പിള്ളേരും ഇപ്പം എത്തുന്നതാണ്. എന്നിട്ട് ഞങ്ങൾ ഏതോ ഒരു ബസാറിലെ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി പോവാണ്. സായിനൊന്ന് കാണാം. ഓക്കെ, ഇന്നലെ രാത്രി ഫുഡൊക്കെ കഴിച്ച് വന്ന് നല്ലപോലെ കിടന്നുറങ്ങി. സായി നോക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ സായി ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. സായും ഫോൺ ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് മുന്നേ വ്ളോഗൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം സായി. നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ? സായും ചിത്തുബായി മാത്രമേ ഉള്ളൂ. നമ്മളെങ്ങോട്ടാ പോണേ? ചിക്പേട്ട്. എന്തിനാ പോണേ? ഞങ്ങൾ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണാം. ഓക്കെ, സായിൻ്റെ കൂടെ പോണോണ്ട് രണ്ടുണ്ട് ഗുണം. ഒന്ന്, നല്ല ഫുഡ് കഴിക്കാൻ പറ്റും. സായി നല്ല ഫുഡി ആയതുകൊണ്ട് നമുക്ക് സായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എവിടെന്നാ തീരുമാനിച്ചിട്ടുണ്ടോ? രാമേശ്വരം കഫേ പിടിക്കണമെന്നാണ്. രാമേശ്വരം കഫേ ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ, കാരണം രാമേശ്വരം കഫേ ഭയങ്കര സെറ്റപ്പ് ആയത് സംഗതി. രാമേശ്വരം കഫേ ഭയങ്കര ഫുഡ് നമുക്ക് തോന്നിയാലും ഇവര് രാമേശ്വരം കഫേ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഇവരെ പിടിച്ച് കൊണ്ടുപോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ഇന്ദിരാഗാന്ധി ക്യാൻറ്റീനിൽ കയറി കഴിക്കും. ഓക്കെ, അപ്പോൾ സായിൻ്റെ കൂടെ പോകുന്നതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. നല്ല അടിപൊളി സ്ഥലം സായി തന്നെ നോക്കി വെച്ച് കണ്ടുപിടിച്ച് കൊണ്ടുപോകും. അതുപോലെ തന്നെ ഇതുപോലെ നമുക്കിപ്പോൾ വഴി അറിയാത്തതിൻ്റെ പ്രശ്നമൊന്നുമില്ല. എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ സായും ടീമുള്ളുണ്ട്, സെറ്റാണ്. ഷോപ്പിങ്ങിന് പോകുമ്പോൾ പല ടിപ്സ് ഞാൻ കേട്ടിട്ടുണ്ട് സായി. പക്ഷെ ഇതുപോലത്തെ ഒരു ടിപ്പ് എന്തായിരുന്നു പറഞ്ഞത്? നമ്മള് സാധനം വാങ്ങാൻ പോകുമ്പോ ഇവിടുത്തെ ഒരു ഐറ്റംസ് പറഞ്ഞാൽ 3000 രൂപ പറയും. പക്ഷെ നമ്മളൊരു 300 രൂപയ്ക്ക് അത് കുറക്കണം. ഒറ്റയ്ക്ക് 300 പറയണം. അപ്പൊ അവരൊരു 2500 ആക്കും. അപ്പൊ നമ്മൾ 350 ആക്കരുത്. അപ്പൊ നമ്മള് 250 ആക്കണം. ഓൾറെഡി കട്ട് പറഞ്ഞ മുതൽ വലിയ മെച്ചൊന്നും അവർക്കില്ല. അവരെന്തീ പറഞ്ഞാൽ കട്ട് എഫേർട്ട് മാത്രമേ അവർക്കുള്ളൂ. അതല്ല, അത് മാത്രമേ നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബാക്കിൽ നിന്നൊക്കെ പിടിക്കും. എങ്ങോട്ടാ പോണേന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തിരിഞ്ഞു നിന്നിട്ട് ബാംഗ്ലൂര് കർണാടകയിൽ എന്ത് പ്രശ്നമാണെങ്കിലും എന്ന് പറഞ്ഞാൽ മതി. ഒരു 4 ഓയായി എന്ന് പറയുമ്പോഴത്തേക്ക് പോകും. അടി കച്ചറൊന്നും പ്രതീക്ഷിക്കണ്ട. ഒരുപാടുണ്ടല്ലേ, എത്രയാ ഇപ്പൊ നടന്നു വന്നപ്പോ തന്നെ. അവർക്ക് റെസ്പെക്ട് കൊടുത്ത് അവരൊന്നും ചെയ്യില്ല ഇവരല്ലേ. അല്ലെങ്കിൽ കടിച്ച് കൊതറിടും. അത് കൊലുവരയാണോ? കൊലുവരയാണ് ബ്രീഡാ അല്ല ഇത്. ഇനി എത്ര ദൂരമുണ്ട്? നമുക്ക് അതിന്റെ അടുത്ത് വണ്ടി ഇടാൻ പറ്റില്ല. വണ്ടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് മാമൻ കൊണ്ടുവന്ന് വണ്ടി കൊണ്ടുപോകും. അതുകൊണ്ട് വണ്ടി എവിടെയോ ദൂരെ മാറ്റി പാർക്ക് ചെയ്തിട്ട് നടന്നു പോകും. പോലീസ് മാമൻ വണ്ടി കൊണ്ടുപോകണല്ല, വണ്ടിയിലെ വീലും ടയറും അടിച്ചുകൊണ്ടായ പിന്നെ അത് വാങ്ങാൻ മറ്റേ ശിവാജി കാർ ഗല്ലി പോകേണ്ടി വരും. അതാ ഇതാണ് നമ്മൾ പറഞ്ഞ ബസാർ. കുറച്ചെടുക്കാതെ
ഇതൊക്കെ കുറച്ച് മതി നമുക്ക് മതി. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി. ഒരു കേരള ഹോട്ടലായിരുന്നു, അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതിന് ശേഷം കണ്ടോളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പൊറോട്ടയും ബീഫും മീൻകറിയൊക്കെ കഴിച്ചു. പിന്നെ ഇവിടെ കഴിച്ചു എന്താണ് കോഫിയുടെ പ്രത്യേകത? ഞാൻ കുടിക്കില്ല, നിങ്ങൾ കുടിക്കും. നിങ്ങൾ ഇവര് കുടിച്ചിട്ട് അല്ല, ഇവര് കാണുന്നവര് കുടിക്കണ്ടേ, അവരോട് പറഞ്ഞു എനിക്ക് ടേസ്റ്റും സ്മെല്ലൊന്നും ഇഷ്ടമില്ല. അപ്പൊ ഇവര് എന്താ പറയാ, ഭയങ്കര അങ്ങനെ സെറ്റപ്പ് കടയൊന്നുമല്ല. ബാംഗ്ലൂർ കോഫി ഭയങ്കര സൂപ്പർ കോഫിയാന്ന് പറയുന്നു. അതുകൊണ്ടാണ് കോഫി കുടിക്കാൻ വേണ്ടിട്ട് വന്നേക്കാണ്. എങ്ങനെയുണ്ട് ചിത്തുഭായി? സുപ്പടി എങ്ങനെയുണ്ട് കോഫി? ഓ എന്താ എക്സ്പ്രഷൻ, എന്താ എക്സ്പ്രഷൻ. മണത്തോക്കട്ടെ. അപ്പോൾ നമ്മുടെ ദാനിഷും മുസ്തഫയുമാണ്. ഇവരാണ് നമ്മുടെ ഈ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്. എന്താ ഇവിടെ നടക്കണേ? ഹലോ, ഹായ് ബ്രോ, നൈസ് ടു മീറ്റ് യു. അപ്പോൾ ഇവരൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാർ. ബ്രോന്റെ പേര് ഞാൻ മറന്നുപോയി. ദാനിഷ്. ഓക്കെ. അപ്പോൾ അവിടെ അവരുടെ ഒരു സാധനം കണ്ടതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ലഞ്ച് കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഇറങ്ങി. പാരഗൺ ഹോട്ടലിലായിരുന്നു. പാരഗണിൽ പോയിട്ട് നമ്മുടെ ഗബ്രിക്കുട്ടൻ സീറ്റൊക്കെ സെറ്റാക്കി തന്നു. ജാസ്മിന് ഫുഡ് കഴിച്ച് തുടങ്ങുന്നതിന് മുന്നേ ഡെസേർട്ടായി. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഡെസേർട്ടിലേക്ക് കയറിയല്ലോ. വയറ് ഫുള്ളാണ്. ജിത്തു ഭായ് എന്താ ഒരു ഉഷാറില്ലല്ലോ, ഉറക്കം വരുന്നു. സീറ്റ് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ ഗബ്രിയുടെ ഏതോ ഫ്രണ്ട്, ഇതിൻ്റെ ഓണറിൻ്റെ മോളോ മകളോ എന്തൊക്കെ ആയതുകൊണ്ട് നമ്മൾക്ക് ഗബ്രി സീറ്റൊക്കെ സെറ്റാക്കി തന്നു. ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അതുപോലെ തന്നെ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ എവിടെ പോയാലും പാരഗൺ എപ്പോഴും ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എങ്ങോട്ടെങ്കിലും പോകണം എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ എവിടെ എത്തി? ഫോറം മാളിലെത്തി. അതിനുശേഷം നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോകും. പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഈ ഫോറം മാളിൽ എത്താൻ തന്നെ 1 മണിക്കൂർ എടുത്തു. ഇനി തിരിച്ചങ്ങോട്ട് പോകാൻ 1 മണിക്കൂർ വേണം, ബ്ലോക്ക് കൂടാതെ. എന്താ മേടിക്കാൻ പോണേ? എന്താ മേടിക്കാൻ പോണേ? എനിക്കറിയാൻ പാടില്ല. പിള്ളേർക്ക് എന്തൊക്കെയാ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. ഉറങ്ങി മതിയായി ഗൈസ്. അപ്പൊ മാളിലൊന്ന് കയറിയിട്ട് വരാൻ ഫോറം മാളിൽ എത്തിയപ്പോഴാണ് ഇവിടെ നമ്മുടെ കൽക്കിയിലെ ബുജി ഇവിടെ ഉണ്ടെന്ന് കേട്ടത്. അപ്പൊ നമ്മള് ബുജിനെ കാണാൻ പോവാണ്. పిల్ల అయినా నువ్వు నిల్చుకో అయితే ബുജിനെ കാണാനാണ്. ഷോപ്പ് സ്റ്റോക്കിൽ ഓഫറൊക്കെ തന്നെയാണോ? ആ ക്രെഡിറ്റ് ഉണ്ട്. അപ്പോൾ പാവങ്ങൾ ജീവിച്ച് പോട്ടാണ് നമ്മൾ.
അതെ 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 ഷോപ്പ് സ്റ്റോക്ക് കൊള്ളാം. ഐശ്വര്യ മാം ക്യാമറ വന്ന ഏതാ എടുക്കാൻ പോണേ? ബോറടിച്ചു. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയാൽ മതി. ബോറടിച്ചു. അപ്ലോഡ് ചെയ്യും. എല്ലാം അപ്ലോഡ് ചെയ്യും. ഇവിടുത്തെ സംശയം എല്ലാം അപ്ലോഡ് ചെയ്യണം. ഇതുവരെ സംശയം കൊടുക്കും. എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാം, നിങ്ങൾ വന്നത് എൻജോയ് ചെയ്തോ? ശരിക്കും വന്നത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇതിനെന്തോ സെറ്റിങ്സിനൊരു വ്യത്യാസം പോലെയൊക്കെ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? നമ്മളിപ്പോൾ ഉള്ളത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണുള്ളത്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണുള്ളത്. അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞു. നടന്ന് ഊപ്പാട് ഇളകിയിട്ടുണ്ട്. പിന്നെ വരുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് കിട്ടിയതുകൊണ്ട് 1 മണിക്കൂർ കാറിൽ കിടന്ന് ഉറങ്ങിയിട്ടാണ് വന്നത്. അതുകൊണ്ട് റെസ്റ്റും കിട്ടി. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. എവിടെ ഭക്ഷണം കഴിക്കാൻ പോണേ? ദുബായ് എവിടെയൊന്നുമില്ല, ഫസ്റ്റ് കാണുന്ന സ്ഥലം റെയ്താൻ കുഴിമന്തി. ഓ ഇവിടെ കുഴിമന്തി സെറ്റാക്കി. റെയ്താൻ കുഴിമന്തിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ കൂടെ പുതിയൊരു ഫ്രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഹായ് പറയൂ. പേര് ഞാൻ മറന്നുപോയി. ഇത് പെട്ടെന്ന് പേര് കിട്ടു. അപ്പോൾ ഷാദിയും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോഗ്രാഫറിനെ കാണുന്നില്ല ഗൈസ്. ഉള്ള അവിടെ ഇവിടെയൊക്കെ കയറി അടക്കാണ്. ബാക്കിയുള്ളവർ പതുക്കെ നടന്നു വരുന്നുണ്ട്. അപ്പം നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ അവസാനത്തെ ഭക്ഷണം അല്ലേ? സായിയുടെ കൂടെ ആയതുകൊണ്ട് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ കുഴിമന്തി കഴിക്കാൻ ഹോട്ടൽ റെയ്താനിലാണ് എത്തിയത്. ചിക്കൻ കുഴിമന്തി അതാണ് ഇപ്പോൾ ഉദ്ദേശിച്ചത്. കഴിക്കല്ലേ നമ്മൾ? ഇത് എൻ്റെ കസിൻസ് ഇത് ഹസ്ബൻഡ് സായി. ആക്ച്വലി ഹസ്ബൻഡ് അതാ ഇഷ്യൂ. ഞങ്ങൾ ഫ്രണ്ട്സുകളാണല്ലോ. ഫ്രണ്ടുകളാണ് ഞങ്ങളെ ഈ ക്യാമറയ്ക്ക് ബാക്കിലുള്ള ഐശ്വര്യക്കും റോസ്മിനും വേണ്ടി ഞാൻ ഇതൊക്കെ മ്യൂട്ട് ചെയ്യില്ലേ? ഒന്നും കിട്ടില്ലല്ലോ. പിന്നെ ഗ്യാങ്ങിലിപ്പോൾ സായി മാത്രമേ ഉള്ളൂ. സായി ഇതിൻ്റെ അടുത്ത കസിൻ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഡേ 2 അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡേ 3യുടെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.